ഇ.പി. ജയരാജനെതിരെ CPM എന്ത് നിലപാടെടുക്കുമെന്ന് ഇന്ന് വ്യക്തമാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയില്ല. എന്നാൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ജയരാജനെ മാറ്റാൻ ഈ യോഗത്തിന് സാധിക്കുകയും ചെയ്യും. അതിനിടെ ജയരാജൻ സ്ഥാനമൊഴിയുമെന്നും പാർട്ടിയിൽ നിന്നും അവധിയെടുക്കുമെന്നും തരത്തിലുള്ള അഭ്യൂഹവുമുണ്ട്. നേരത്തെയും ആരോഗ്യ കാരണങ്ങളാൽ ജയരാജൻ അവധിയെടുത്തിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയത്തായിരുന്നു അതും. ഇന്നത്തെ യോഗത്തിൽ ഇ.പിയും പങ്കെടുക്കും. തനിക്കെതിരെ ആരോപണങ്ങളെ ഇ.പി നേരിട്ടെത്തി തന്നെ പ്രതിരോധിക്കും. തന്നെ ഒറ്റപ്പെടുത്തിയാൽ എല്ലാം തുറന്നു പറയുമെന്ന സന്ദേശം നേതൃത്വത്തിന് ഇ.പി നൽകിയേക്കും. ഇ.പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വിവാദം ആളിക്കത്തുന്നതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നത്. ഇ.പി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേരുന്ന നിർണായക സെക്രട്ടേറിയറ്റ് പോളിംഗിന് ശേഷമുള്ള സ്ഥിതി അവലോകനം ചെയ്യും. മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. 11 സീറ്റിൽ വരെ ജയസാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇ.പി ജയരാജൻ വിവാദം തിരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നാണ് കരുതുന്നത് എങ്കിലും വിഷയം പരിശോധിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയുകയില്ല. നന്ദകുമാർ അടക്കം വിവാദ വ്യക്തികളുമായുള്ള ഇ.പിയുടെ ബന്ധത്തിലും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇടതുമുന്നണി കൺവീനറുടെ നടപടിയിൽ CPIയും കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഇടത് കൺവീനർ സ്ഥാനം ജയരാജന് ഒഴിയേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സൈബർ സഖാക്കൾ ഇ.പിക്കെതിരെ വിമർശനം തുടരുന്നുണ്ട്. ഇ.പി ജയരാജനെ ഉന്നമിട്ട് സമൂഹ മാധ്യമ പോസ്റ്റുകളുമായി റെഡ് ആർമിയും പോരാളി ഷാജിയും സജീവമാണ്. കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന വരികളുമായി റെഡ് വോളണ്ടിയർമാരെ നോക്കി പി ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് 2 പേജുകളിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള നേതാവ് എന്ന തരത്തിൽ കമന്റുകളും വരുന്നുണ്ട്. PJ ആർമി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞവരാണ് ഇപ്പോൾ റെഡ് ആർമി എന്ന പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇടപെടുന്നത്. കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പേരിൽ ഉയർന്ന വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിൽ പി ജയരാജന് വിമർശനം നേരിടേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇ.പി ജയരാജന് ക്ലീൻ ചീറ്റ് നൽകിയതിന് പിന്നാലെയാണ് PJ ആർമിയുടെ പേര് റെഡ് ആർമി എന്നാക്കി മാറ്റുന്നത്. അതേസമയം പ്രകാശ് ജാവദേക്കറും ഇ.പി ജയരാജനും തമ്മിലെ ചർച്ചയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ 3 വട്ടം ഇ.പി ജയരാജനുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു. ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ തന്നെ തേടി വരികയായിരുന്നു. ഇ.പിയോട് സംസാരിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നത് എന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞല്ലോ. ദല്ലാളിനെ ഇറക്കി തനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത്? അതുകൊണ്ടാണ് ഇതെല്ലാം തനിക്ക് പുറത്തു പറയേണ്ടി വന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഇ.പി ജയരാജനുമായി നടന്നതെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ശോഭ പുറത്തു പറയുന്നുണ്ട്. 3 തവണ തങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ തന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശൂരിലെ തന്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുമുണ്ട്. അതിൽ 3 തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് താൻ പറഞ്ഞു. 2023 ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച. ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ തനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി താൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വെച്ച് തങ്ങൾ 3 പേരും കണ്ടു. BJPയിൽ ചേരാനുള്ള തന്റെ ഇടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് തങ്ങൾ ചായ കുടിച്ച് 5-6 മിനിറ്റ് സംസാരിച്ചു കാണും. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി മാറി. മുഖഭാവവും ശരീരഭാഷയും വരെ മാറി. പിറ്റേന്ന് BJPയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറുകയായിരുന്നു. ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടേതാകാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ സംശയം പ്രകടിപ്പിക്കുന്നത്. ആരാണ് വിളിച്ചതെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. നമുക്കൊന്ന് നീട്ടിവെക്കേണ്ടി വരുമെന്നാണ് ആ ഫോൺ കോൾ വന്നതിന് ശേഷം തന്നോട് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തെ ആരാണ് വിളിച്ചത് എന്ന് തനിക്ക് അറിയില്ല. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് ഇ.പി പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും പറഞ്ഞുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്.
അതിനുശേഷം ഒരിക്കൽ കൂടി താൻ EP ജയരാജനെ കണ്ടു എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് താൻ പോയത്. ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് താൻ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് വിശദീകരിക്കണമെന്നുണ്ട് എന്ന് നന്ദകുമാർ പറയുകയായിരുന്നു. MV ഗോവിന്ദന്റെ യാത്ര തൃശൂരിലെത്തിയ ദിവസമായിരുന്നു അത്. ആ ദിവസമാണ് കൂടിക്കാഴ്ച നടന്നത്. കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് EP വിശദീകരിച്ചു. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടായെന്നും തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു. പിന്നീട് ഒരിക്കൽ താൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജന്റെ നിർദ്ദേശമുണ്ട് എന്ന് വിളിച്ചയാൾ പറയുന്നു. അവിടെ വെച്ചാണ് ജയരാജന്റെ മകനെ താൻ കാണുന്നത്. അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദൃശ്ചികമായി കണ്ട നമ്പർ വാങ്ങിയതൊന്നുമല്ല എന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. ജാവദേക്കർ BJPയുടെ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിന് മുമ്പാണ് താനും ജയരാജനുമായി ചർച്ച നടന്നത് എന്നും ശോഭ കൂട്ടിച്ചേർക്കുന്നു.